പെണ്ണുങ്ങളോട് ഭയങ്കര പെണ്ണുങ്ങളല്ല പെൺകുട്ടികൾ പെണ്ണുങ്ങളോട് എനിക്ക് താല്പര്യമാണ്. ഈ പെര കെട്ടുമ്പോ ഒരു കെട്ടിയാരം പറഞ്ഞത് നിങ്ങൾ ഈ പശുവിനെ ഇറക്കൂല. ഈ ഒരു വീടാണ് നൗഫലിക്കയുടെ വീട്. പിന്നെ ഇവിടെ ലാസ്റ്റ് വീട് ഇത് തന്നെ ആയിരിക്കും കേട്ടോ. വീടിനകത്താണ് കുറെ വിശേഷങ്ങൾ ഉള്ളത്. ഇതാണ് നമ്മുടെ തഗ്ഗുമ്മ എന്ന് പറയാ കേട്ടോ. ഇജാസിക്കയുടെ കാര്യം ഉമ്മയോടാണ് എല്ലാ കാര്യങ്ങളും വന്ന് പറഞ്ഞിട്ടുള്ളതെന്ന് നൗഫലിക്ക പറഞ്ഞു. അപ്പൊ ആദ്യമല്ല, ഇതാണ് നിങ്ങൾ തപ്പി നടക്കുന്ന ബ്രോക്കർ എന്ന് പറയുന്നത്. ആണെങ്കിലും കുറച്ച് നല്ല സ്വഭാവത്തിലേക്ക് സംസാരിക്കും. കുട്ടികൾക്ക് മുട്ടായി കൊണ്ടു കൊടുക്കും. അപ്പൊ നല്ല ചക്കര ചേച്ചി മിസ് ചെയ്യുന്നുണ്ടോ? ഞാനും മരുമോളും ഒരു കുറ്റമല്ല. പിന്നെ ആർക്കാണ് ഇത്ര പ്രശ്നം? ഇത് പറയുന്നവരൊക്കെ തൊള്ളത് തീർക്കുള്ളൊക്കെ പറയാം. ഇത് എല്ലാവർക്കും ഉള്ള മറുപടി ആട്ടെ. ഇനി ആരും ചോദിക്കാൻ പാടില്ല ഉമ്മയോട്. എന്താ ഞാൻ എന്റെ മാന നായെന്ന് വിളിക്കണ്, പട്ടിന്ന് വിളിക്കണ ചോദിക്കുക ആൾക്കാര്. നമ്മുടെ വീട്ടിലാരോ എന്തോ ഇവിടെ നടക്കണതൊക്കെ പുറത്തറിയുന്നുണ്ട്. ഇതിനകത്ത് യൂട്യൂബ് എടുക്കുകയാണോ ഞാൻ കണ്ടിട്ട് അതൊക്കെ വിളിച്ചു പറയും. കല്യാണത്തിന് പോയ സെൽഫിയോട് സെൽഫി സന്തോഷമല്ലോ. 2 പെൺമക്കളും ഒരാണോ ആണല്ലോ. മോള് വേണോന്നോ മോന എന്താണ്? എനിക്ക് അങ്ങനെ ഒന്നും ആഗ്രഹമില്ല. എനിക്ക് എന്തായാലും ഞാൻ കൈയാട്ടി വാങ്ങും. കൈകാട്ട് ഇങ്ങനെ ഇങ്ങനെയല്ല, ഇങ്ങനെ കാട്ടിട്ട് വാങ്ങും. ദൂരത്തുനിന്നൊരു മരുമങ്ങനെ കിട്ടിയിട്ടുണ്ട്. എന്താ പറയാനുള്ളത്? മാങ്ങ ഇറക്കാൻ തോട്ടി ഞാനിതിലില്ല കേട്ടോ. ഞാനെന്നുള്ളത് പാലക്കാട് നമ്മുടെ നൗഫലിക്കയുടെ വീട്ടിലാണ്. അപ്പോൾ കല്യാണ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നടന്നു. ആ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ നൗഫലിക്ക വീട്ടിലുണ്ടാവും. അപ്പോൾ നമുക്ക് നൗഫലിക്കയുടെ വിശേഷങ്ങളെ പറ്റി അങ്ങോട്ട് പോവാം. അപ്പോൾ എൻ്റെ കൂടെ വാ. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള നമ്മളുടെ ആദ്യത്തെ അവരുടെ കാര്യങ്ങളൊക്കെ തിരക്കണം. അതോടൊപ്പം തന്നെ ചക്കരയാണ് നമ്മൾ ഹാപ്പി ആയിട്ട് കൊല്ലത്തേക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ ചക്കരയുടെ വിശേഷങ്ങളെല്ലാം നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എല്ലാവരും അറിഞ്ഞതാണ്. അപ്പോൾ ഇനി ഇവിടെയുള്ള ബാക്കി കാര്യങ്ങൾ എന്താണെന്നും ഇവരുടെ വീട് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങളും പിന്നെ കുറേ വിശേഷങ്ങൾ ഇനി നമുക്ക് അറിയാനുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് പോവാം. ഈ പ്ലേസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലമാണ്. ചൂട് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ചൂട് അധികം ഇല്ലാത്തൊരു സ്ഥലമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇനി നൗഫലിക്കയുടെ വീടിരിക്കുന്നിടം എങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അങ്ങോട്ട് പോയി നോക്കാം. ഈ കാണുന്നതാണ് നൗഫലിക്കയുടെ വീട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഗ്രാമമാണ് കേട്ടോ. ശരിക്കും നല്ലൊരു ഗ്രാമമാണ്. ഇവിടെ എന്താണ് അധികം വീടുകളില്ല. എന്നാൽ വീടുണ്ടെങ്കിൽ തന്നെ ഇച്ചിരി ഡിസ്റ്റൻസിലായിട്ടാണ് വീടൊക്കെ ഉള്ളത്. അപ്പം ഇതാണ് നൗഫലിക്കയുടെ കുഞ്ഞു വീടെന്ന് പറയുന്നത്. എന്ത് രസമല്ലേ കാണാൻ. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നൗഫലിക്ക ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആളോട് തന്നെ ആളുടെ വിശേഷങ്ങൾ എന്താണെന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഈ ഒരു വീടാണ് നൗഫലിക്കയുടെ വീട്. പിന്നെ ഇവിടെ ലാസ്റ്റ് വീട് ഇത് തന്നെ ആയിരിക്കും കേട്ടോ. കാരണം ഇവിടെ വേറെ വീടൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ലാസ്റ്റ് വീടും ഇത് തന്നെ ആയിരിക്കും. നൗഫലിക്ക, ഇതാണ് നമ്മുടെ നൗഫലിക്കയുടെ വീടാണിത് ശരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ ആരും ഇങ്ങനെ ഒരു ഹോം ടൂർ എടുത്തിട്ടുണ്ടാവും എന്നറിയില്ല. ഇതാണ് നൗഫലിക്ക കുഞ്ഞു ഹോം ടൂർ. അപ്പോൾ വീട്ടിലേക്ക് പോവാം. ഉമ്മേനെ കാണണം, വിശേഷങ്ങൾ അറിയണം, എന്തൊക്കെയാണ് ഇനി അങ്ങോട്ടുള്ള വിശേഷങ്ങളെന്ന് കൂടി നമുക്കറിയണം. അപ്പോൾ പോവാം. നൗഫലിക്ക ഞാൻ വന്ന സമയത്ത് ഒരു ഇൻട്രോ കൊടുത്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞു വീടാണെങ്കിൽ ഭയങ്കര കാമായിട്ടുള്ള ഒരു ഏരിയ ആണെന്നേ. അപ്പോൾ എനിക്ക് ഈ ഒരു സീനറി പറയാതിരിക്കാൻ വയ്യ കേട്ടോ. അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഈ വീടെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഏറ്റവും ലാസ്റ്റത്തെ വീടത്. കാരണം ഇവിടുന്ന് അങ്ങോട്ട് മൊത്തം ഇനി പാടങ്ങളും കൃഷികളും പിന്നെ കുറെ കർഷകന്മാരും കർഷകരുള്ള ഒരു സ്ഥലമാണ്. നമ്മൾ ഇനി അവിടെ താഴത്തൊരു കുളമുണ്ട്, അതിൻ്റെ അപ്പുറത്ത് മലയാണ്, പിന്നെ ഒരു പാലം, അക്കുഡേറ്റ് പാലം എന്ന് പറയാം. അവിടെയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ ഷൂട്ടിങ് നടക്കുന്നത്. ദിലീപ് ഏട്ടനും സുരേഷ് ഗോപി അതേമാതിരി മോഹൻലാൽ, മമ്മൂട്ടി, നരസിംഹ ഒരുപാട് ഷൂട്ടിങ് അവിടെ നടന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് 2 ദിവസം മുമ്പ്, ഒരാഴ്ച മുമ്പ് തന്നെ ഇവിടെ തന്നെ സുരേഷ് ഗോപിയേട്ടന്റെ 1 മാസം മുമ്പേ ഇവിടെ ഉണ്ടായിരുന്നു ഷൂട്ടിങ്. അവിടെ മുമ്പിൽ നമുക്ക് വീട്ടിൽ നിന്ന് കാണാൻ കഴിയായിരുന്നു. വീട്ടിന്റെ ഫ്രണ്ട് ഇരുന്നാൽ തന്നെ ഷൂട്ടിംഗ് കാണാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ ആണ് കേട്ടോ ഇതുള്ളത്. എന്ത് ഭംഗിയാന്ന് നോക്കിയേ അല്ലേ? ഇപ്പൊ ഈ ഈവനിങ്ങിലൊക്കെ ആയിരിക്കും കൂടുതൽ ഭംഗി ഉണ്ടാവുക. ഇവിടെ ഏറ്റവും സുഖം എന്ന് വെച്ചാൽ ആ മഞ്ഞുള്ള ഒരു ടൈം ഉണ്ടാവില്ലേ, ആ ടൈമില് നമ്മളിവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ മൊത്തം കോടയാവും. അത് നല്ല വ്യൂ ആണ്. അപ്പൊ നമുക്ക് ഇനി മഞ്ഞുകാലുള്ളപ്പോ വരണം കേട്ടോ, ആ ഒരു സീൻ ഒന്ന് കാണാൻ വേണ്ടിട്ട്. സത്യത്തിലൊരു പാടത്ത, നമ്മളെ നാട്ടില് വയല് എന്ന് പറയുന്നത്, അതിന്റെ നടുവിലാണ് ഈ പെര നിൽക്കുന്നത്.
ഇത് ഒറ്റ സ്ഥലം. അപ്പൊ നമ്മൾ ആ ഒരു വീട് ഫാമിലി തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ഒരു സ്ഥലം നമ്മൾ അന്ന് സെന്റിന് 5000 രൂപക്ക് വാങ്ങിയത് സെന്റിന്. അതായത് 5 സെന്റ് സ്ഥലമേ ഉള്ളൂ ഇതില്. ഇന്നിപ്പോ ഇവിടെ ഇതിന്റെ ബാക്കിലൊക്കെ 30-40 കഴിക്കണേ. പിന്നെ വണ്ടി സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് വേറെ വീട്ടിലോട്ട് മാറുന്നത്. കാരണം നമുക്ക് ഹോസ്പിറ്റൽ കേസൊക്കെ വരുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട്. അല്ലാന്നുണ്ടെങ്കിൽ വണ്ടി സൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ പെര കയറ്റും. കാരണം ചൂട് സമയം ഇപ്പൊ ചൂട് കാലാണ് നല്ല ചൂടാണ്. ഫീൽ ചെയ്യുന്നുണ്ടോ? ഇവിടെ ഇപ്പൊ നല്ല തണുപ്പായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു ഞങ്ങളിവിടെ ഭയങ്കര ചൂടായിട്ടാണോ, അത് പാലക്കാട് ചൂടില്ലെന്ന് പറയുന്നില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ ഭയങ്കര ചൂട് കുറവാന്ന് തോന്നുന്നുണ്ട് ഇല്ലേ? ഇവിടെ ഒന്നാമത് ഈ വീടിന്റെ 4 പുറവും മരം വെച്ച് പിടിപ്പിച്ചെടുക്കാം. അതുകൊണ്ടായിരിക്കും. നമുക്ക് വീടിനകത്തേക്ക് പോവാം. വീടിനകത്താണ് കുറെ വിശേഷങ്ങൾ ഉള്ളത്. അല്ല, വലിയ വിശേഷങ്ങളൊന്നും ഇല്ല. ഒറ്റ വീടാ മൊത്തത്തിൽ. നമ്മള് എന്റെ കല്യാണത്തിന്റെ മാരേജിന് ഇത് മൊത്തത്തില് ഓടിട്ടതാ. പണ്ട് ഇത് ഈ സാധനം കണ്ടോ, ഇത് ഈ ഹൈറ്റ് വരെ നിങ്ങൾക്ക് കണ്ടാ മനസ്സിലാവും. ഈ ഹൈറ്റ് കണ്ടോ, ഇവിടെ ഇതുവരെ ഇങ്ങനെ ഈ ഷീറ്റായിരുന്നു. എന്നിട്ട് ഈ ഷീറ്റ് ഇട്ടിട്ട് നല്ല ചൂടായിരുന്നു. മരങ്ങളൊന്നും വലിപ്പല്ല, അതായത് പൊന്തിയിട്ടില്ല. എന്റെ കല്യാണത്തിനാണ് ഇത് കമ്പി ഇട്ടിട്ട് നല്ല കുത്തനെ ഓടേണ്ട. പക്ഷെ ഒരു കുഞ്ഞു വീട് എന്ത് രസമാണല്ലേ, ഭയങ്കര കാമായിട്ട്. നിനക്ക് ഇനി വേറെ ശല്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഭയങ്കര സ്വസ്ഥായിട്ട് ഇവിടെ ഇരിക്കാം, ഷൂട്ടൊക്കെ ഉള്ളപ്പോ കാണാം. അങ്ങനെയൊക്കെയുള്ള ഒരു മൈൻഡ് ഇങ്ങനെ ഫ്രീ ആയിട്ട് സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കാം. അതാണ് ഏറ്റവും അടിപൊളി എന്ന് പറയണത്. നമുക്ക് വീടിനകത്തേക്ക് പോട്ടോ. ഇതാണ് നൗഫലിക്കയുടെ വൈഫും പെങ്ങളും പെങ്ങളുടെ കുട്ടികളും. ഉമ്മ, നമ്മുടെ തഗുമ്മ എന്ന് പറയാട്ടോ. ഇതാണ് നമ്മുടെ ഉമ്മ. അപ്പൊ ആദ്യം തന്നെ ഒരു തഗ്ഗിലേക്കാണ് തുടങ്ങിയത്, ഞാൻ പറയണ്ടല്ലോ. അപ്പൊ ഇതാണ് നൗഫലിക്കയുടെ ഉമ്മ. അപ്പം നൗഫലിക്കയെ പറ്റി 2 വാക്ക്. നെഞ്ച് പൊട്ടുന്നുണ്ട്. നൗഫലിക്കയുടെ സൗണ്ട് ഇവിടെ കേൾക്കാൻ പറ്റുന്നുണ്ട്. 2 വാക്ക്. ഒരു മകന്റെ എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് പറഞ്ഞു പറയിപ്പിച്ചതല്ലേ? പറയിപ്പിച്ചതല്ല, സ്വയം പറഞ്ഞാണ്. ആണ്, എല്ലാത്തിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു മകനാണ്. അതെ. അപ്പൊ മരുമകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? മരുമകള് നല്ല മരുമകളാണ്, ഒരു കുഴപ്പമില്ല. ഇങ്ങോട്ടേക്ക് വരണം, നമുക്ക് എല്ലാരും വിശദമായിട്ടൊന്നും അറിയാനുണ്ട്. അപ്പൊ എങ്ങനെയാണ് സിനി ചേച്ചിയെ കുറിച്ച് പറയാനാണെങ്കിൽ? ചേച്ചിക്ക് പുറത്ത് ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. എനിക്ക് പറ്റിയ മരുമോളാണ്. അപ്പൊ ഇത് എനിക്ക് പറയാനുള്ളത്, പലരും പറഞ്ഞിട്ടുണ്ട് 2 പേരും മിണ്ടത്തില്ല എന്ന് പറഞ്ഞിട്ടോ. അത് നല്ല ആഗ്രഹമുണ്ട്. ഞാനും മരുമോളും ഒരു കുറ്റമല്ല. പിന്നെ ആർക്കാണ് ഇത്ര പ്രശ്നം ചോദിക്കുന്നത്? അതെ. അപ്പൊ ഇവര് തമ്മിൽ ഭയങ്കര എന്താണ് നല്ല ബോണ്ട് ഉള്ളവരാട്ടോ. നിങ്ങളായിട്ട് നൗഫലിക്കാട്ടോ ഉമ്മ അതിന് കാരണം. 2 സൈഡിൽ നിന്ന് ക്യാമറ എടുത്തു കഴിഞ്ഞാൽ ഇവര് എങ്ങനെ കാണാം. ഇനി ചേർന്ന് വീഡിയോ എടുത്ത് പോകും. നേരം മോദ്യം ഞങ്ങൾ ഒപ്പാണ്. ഓക്കെ. അപ്പം സിസ്റ്റർ ആണല്ലേ ഇതുള്ളത്. എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ, കല്യാണമൊക്കെ അടിച്ചു പൊളിച്ച്? വിശേഷം ഉണ്ട്. സേലത്തേക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പോയത്. അപ്പൊ അങ്ങോട്ടേക്കുള്ള ഒരു ജേർണി ഉണ്ടല്ലോ, അതൊന്ന് പറയൂ. അങ്ങോട്ടേക്കുള്ള ജേർണി പറഞ്ഞാൽ നമ്മളിപ്പോ 10 വർഷമായി ഇപ്പോ അങ്ങോട്ട് പോയി വരുന്നു. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ സേലത്തേക്ക് ജേർണി ചെയ്യാനുള്ള. കാരണം നമ്മൾ ട്രെയിനിലാണ് അധികം യാത്ര ചെയ്യുള്ളൂ. പക്ഷെ കൊല്ലത്തേക്ക് നമ്മൾ ബസ്സിൽ പോയി കാരണം എനിക്ക് കുറച്ച് ഒരു ലോങ് ആയിട്ടുള്ള ഒരു ഇത് തോന്നി. അതെ, ഞാൻ അധികം ട്രെയിനിലാണ് ഞാൻ യാത്ര ചെയ്യുള്ളൂ, ബസ്സിൽ ഞാൻ അധികം യാത്ര ചെയ്യില്ല. അപ്പൊ പോവാണെങ്കിൽ കൂടെ നമ്മൾ സ്ലീപ്പറിൽ ബുക്ക് ചെയ്തിട്ടാണ് ഞാൻ പോവുള്ളൂ. ബസ് ഇപ്പൊ ആദ്യമായിട്ടാണ് ഇത്ര വർഷത്തിന് ശേഷം ഇത്ര ലോങ് ബസ്സിൽ ഇപ്പോഴാണ് പോണത്. ചക്കരനെ മിസ് ചെയ്യുന്നുണ്ടോ? തമിഴാണല്ലേ, അതൊന്ന് പറഞ്ഞു കൊടുക്കോ? തമിഴ് സംസാരിക്കും. എങ്ങനെ ചക്കരനെ മിസ് ചെയ്യുന്നുണ്ടോ? അയ്യോ, എങ്ങനെയാണ് ചക്കര ചേച്ചി മിസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, അതെന്താ അങ്ങനെ? എന്താ ഇവര് സേലത്തായതുകൊണ്ടായിരിക്കണമല്ലേ അങ്ങനെ, ലോങ് ആയതുകൊണ്ടായിരിക്കും അങ്ങനെ. അപ്പൊ ഓവറോൾ വിശേഷം നമുക്ക് അറിയേണ്ടത് ഇവരെ പറ്റി തന്നെയാണ് ഉമ്മ അറിയേണ്ടത്. ഒരു വീടൊക്കെ വെച്ചു, പണി നടക്കുകയാണ്. അപ്പൊ ഇത്രയൊക്കെ ഒരു യൂട്യൂബിന് ഇത്രയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെ വിചാരിച്ചു. ആദ്യമായിട്ട് യൂട്യൂബ് തുടങ്ങിയപ്പോ ഉമ്മ സപ്പോർട്ട് ചെയ്തിരുന്നു? സപ്പോർട്ട് ഉണ്ട്, സപ്പോർട്ട് ചെയ്യാറുണ്ട്. അയ്യോ, മരിക്കുന്നവരുണ്ടാവും. ഇത് എനിക്ക് തോന്നുന്നുണ്ട് ഇത് എല്ലാവർക്കും ഉള്ള മറുപടി ആട്ടോ. ഇനി ആരും ചോദിക്കാൻ പാടില്ല ഉമ്മയോട് എന്തുകൊണ്ടാ സപ്പോർട്ട് ചെയ്തെന്ന്. അപ്പൊ ആദ്യം ഇവര് യൂട്യൂബ് ചാനൽ തുടങ്ങിയല്ലോ, അപ്പൊ ഉമ്മ എന്താ പറഞ്ഞത്? സപ്പോർട്ട് ചെയ്ത് യൂട്യൂബ് എടുക്കാണോ ഞാൻ കണ്ടി അതൊക്കെ വിളിച്ചു പറയും.
മാറിയത് എങ്ങനെ അറിയോ? ഒരു ദിവസം ഇതേമാതിരി വീഡിയോ വൈറലായപ്പോ റോട്ടിൽ കൂടെ നടക്കുക. ഈ എന്തിനാ അത് പറഞ്ഞേ? ഞാനോ എപ്പോ? അതായത് ഉമ്മ വീട്ടില് പറയണൊക്കെ നമ്മള് ഷൂട്ട് ചെയ്തിട്ട് വിടിയല്ലേ. എന്താ ഞാൻ എന്റെ മാന നായെന്ന് വിളിക്കണ്, പട്ടിന്ന് വിളിക്കണ ചോദിക്കുക ആൾക്കാര്. അപ്പൊ നമ്മക്കറിയാം. ഞാൻ വിചാരിച്ചു വന്നിട്ടേ നമ്മളെ വീട്ടിൽ ആരോ എന്തോ ചെയ്യുന്നുണ്ട്, ഇവിടെ നടക്കണതൊക്കെ പുറത്തറിയണ്ട് എന്നാണ്. ഇതെന്തിനാ എന്റെ മകനെ അങ്ങനെ വിളിക്കണത്, എന്റെ മകനല്ലേ എന്നൊക്കെ ചോദിക്കുന്നോട് ആൾക്കാര്. നമ്മക്കറിയില്ല. ഒരു പാവ ഉമ്മ കേട്ടോ, ഇത് പറയാതിരിക്കാൻ ഒരു പാവ ഉമ്മയാണ്. യൂട്യൂബ് എടുക്കുന്ന കാര്യം ഉമ്മക്ക് അറിയില്ല. അറിയില്ല. അപ്പൊ പിന്നെ ഓരോരോ സംഗതി പാമ്പിനെ കൊടുന്ന് വെക്കുക. ഒരു ദിവസം ഞാൻ അവിടെ പോയിട്ട് വരുമ്പോഴത്തേന് ഇവന് വല്ല കുളിമുറിയിൽ പാമ്പിനെ കൊടുന്ന് പ്രാങ്ക് ചെയ്ത കാര്യം പറയണല്ലേ. യൂട്യൂബിന്റെ മേഖലയ്ക്ക് പിന്നെ ചെറിയ പെങ്ങളും ഇവന് ഒരു സെറ്റാണ്, സെറ്റാണ്. എല്ലാ കാര്യത്തിനും ഞാൻ വരുമ്പോഴത്തെ എല്ലാ കാര്യം റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പൊ ആൾക്കാരൊക്കെ അറിയുന്നുണ്ടോ ഉമ്മേനെ ഇങ്ങനെ നൗഫലിന്റെ മദറാന്നൊക്കെ പറഞ്ഞിട്ട്? കല്യാണത്തിന് പോയ സെൽഫിയോട് സെൽഫി ആണ് വലിയ താരായി അല്ലേ? അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? സന്തോഷം. കുറെ കാലം മുമ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പൊ എല്ലാം ആയി. ഇപ്പൊ മനസ്സിലായില്ലേ ഇവിടെ ആരും ഒന്നും ചെയ്തതല്ല, എല്ലാം ചെയ്യുന്ന മകളാന്ന് മനസ്സിലായില്ലേ അല്ലെ? അപ്പൊ ഈ വീഡിയോ നൗഫലിക്കാണ് പുറത്തുവിടുന്ന എന്ത് തോന്നിയത് ആദ്യം? അതിനോലെ ചീത്ത പറഞ്ഞു. ഞാൻ പറയുന്നത് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ ഇത് നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ യൂട്യൂബില്. അപ്പൊ അവരോടൊക്കെ എന്താ പറയാനുള്ളത്? അപ്പൊ ഇനി കാണുക, ഞങ്ങളെ ഇനി സ്നേഹിക്ക അല്ലേ? അപ്പൊ നമുക്ക് വീടൊന്ന് കാണാം. വീട് ഇതാ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ റൂമ് ഇത് അടുക്കള. അതായത് ഇവിടെ മൊത്തത്തില് ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ഉള്ളത് വെച്ചാൽ ചെറിയ വീടാ. ഉള്ളത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഇതില്ലാത്തായിട്ട് ഒന്നുമില്ല ഈ പെരയില്. അതായത് ഇവിടെ ഒരു AC റൂമുണ്ട്, ഇവിടെ ഒരു റൂമുണ്ട്, ഇവിടെ ഒരു റൂമുണ്ട്, 3 റൂമ്, ഒരു അടുക്കള, ഒരു വർക്ക് ഏരിയ, 2 ബാത്റൂം, സിറ്റ് ഔട്ട്, സന്തുഷ്ട ഫാമിലിയാണ് നിങ്ങള്. പക്ഷെ അല്ലേ, പക്ഷെ ഈ നമ്മള് ഈ വീട്ടിലിരുന്നിട്ടാണ് എന്ത് ഞങ്ങളൊക്കെ നേടിയത്. ഈ വീട്ടിലിരുന്നിട്ടാണ്. അപ്പൊ വേറൊരു വീട് വെക്കാന്ന് പറഞ്ഞു. വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ ഫസ്റ്റ് എടുത്തില്ല, കിടന്നിട്ടില്ല. അതിന് മുന്നേ കിട്ടും, എങ്ങനെയെല്ലാം കിട്ടും. പറയില്ല. അതൊരു വലിയ ചോദ്യമായിട്ട് മാറിയിരിക്കുന്നു കേട്ടോ. അല്ല, നൗഫലിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഉമ്മയോട്? ഈ പെര കെട്ടുമ്പോ ഒരു കെട്ടിയാരം പറഞ്ഞത് നിങ്ങൾ ഈ ഭക്ഷണി നടക്കൂലെന്ന്. ഫാമിലി ഫുൾ തഗ്ഗാണ്, പറയാതിരിക്കാൻ വയ്യ. ഇങ്ങനെ ഇതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ ഇത്രയും ആൾക്കാർ സ്നേഹിക്കണേന്നല്ലേ. ഉരുളിക്ക് ഉപ്പേരിന്ന് പോലെ ഉത്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന് മുന്നേ യൂട്യൂബിന് മുന്നുള്ള ലൈഫൊക്കെ എങ്ങനെയായിരുന്നു ഉമ്മ? അതൊക്കെ കല്യാണം കഴിഞ്ഞതിന് മുന്നേ കേട്ടോ. നാടൻ മേക്കലും പൈനക്കലും ചാണകങ്ങളിലൊക്കെ ഞാൻ മോളെയൊന്നും പറയില്ല, സത്യം. അല്ല ഉമ്മ പറയട്ടെ ഉമ്മയുടെ കാര്യങ്ങള്. യൂട്യൂബ് നിങ്ങൾ സാധാരണക്കാരെന്ന് പറഞ്ഞല്ലോ. ആരെങ്കിലും പറയോ ഞാൻ അറിഞ്ഞു മേക്കുന്നു ചാണകം ഇത്രയും ആൾക്കാര് കാണുന്ന ഒരു ഷോയില് ആൾക്കാർ കണ്ടോട്ടെ. സാധാരണ രീതിയിൽ ഉമ്മ പറഞ്ഞു അല്ലേ, അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടായിരിക്കും. നമ്മള് നാച്ചുറൽ ആയിട്ടുള്ള കാര്യം. അതെ, ഇനി അങ്ങനെ തന്നെ പറയണം. എന്റെ കല്യാണം കഴിഞ്ഞ മുന്നേട്ടോ, അതിനൊന്നുമില്ല. അത് കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ ഓവറോൾ ഇപ്പൊ ഒരു ദൂരത്തുനിന്ന് ഒരു മരുമകനെ കിട്ടിയിട്ടുണ്ട്, എന്താ പറയാനുള്ളത് ഉമ്മക്ക്? എന്റെ മരുമ അടിപൊളിയാണ്, അടിപൊളിയാണ്. ഉമ്മ സപ്പോർട്ട് ചെയ്തോന്ന് ഞാൻ കേട്ടിരുന്നു കേട്ടോ. എന്തെന്ന്? മാങ്ങ ഇറക്കാൻ തോട്ടി വേണ്ടാന്ന്. ഞാനിതിലില്ല കേട്ടോ. നിങ്ങളൊക്കെ എന്താണ് അതൊക്കെ ഞങ്ങൾ പറയട്ടോ. ഇജാസ് നമ്മളൊപ്പം സീരിയസ് ആയിട്ട് എടുക്കില്ല. ചക്കരോട് പോകുമ്പോ എന്താ അറിയോ, ആദ്യം ഇവിടുന്ന് ഇതേമാതിരി കസാല കൊണ്ട് ബൈക്കോളം കൊണ്ടുവരണം. കാരണം അവിടെയുള്ള ആളുകളൊക്കെ ആയിട്ടുള്ള ആളുകളാണ്. ഇവിടെ അത്ഭുത ദ്വീപില് മറ്റേ ഉണ്ടപ്പക്കറ് പോണ മാതിരി ഇവിടെ പോണത്. ലാസ്റ്റ് വരുമല്ലോ, ഇതിന് പണി ചൂട് കാലം വെച്ചിട്ട് അടുക്കളയിൽ വെച്ചോളുണ്ട്. കാരണം അവരിപ്പൊ അവരുടെ ഐറ്റിനാണ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇവിടെ എത്തണമെങ്കിൽ ഇതുവരെ എത്തുള്ളൂ. അങ്ങനെ എന്താ ചെയ്യാ? അല്ല, പരമാവധി നമ്മള് ഊക്കി വിട്ടിക്കണോളെ. എന്ത് മനുഷ്യരാണോ പുലിക്കാരെങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞ. വേറൊരു കാര്യം ചെയ്യട്ടെ ഉമ്മ. അപ്പൊ നമ്മള് ഇജാസിക്കയുടെ കാര്യം ഉമ്മയോടാണ് എല്ലാ കാര്യങ്ങളും വന്ന് പറഞ്ഞിട്ടുള്ളതെന്ന് നൗഫലിക്ക പറഞ്ഞു. അപ്പൊ ഇതിന്റെ മീഡിയേറ്ററിനൊക്കെ നമ്മള് ബ്രോക്കർ ഇതാണ് കേട്ടോ. ഇതാണ് നിങ്ങൾ തപ്പി നടക്കുന്ന ബ്രോക്കർ എന്ന് പറയുന്നത്. അപ്പൊ ചേച്ചി ചേച്ചി പറയാം. ഇവിടുന്ന് വരും, ഇവിടുന്ന് അനിയത്തി ഏട്ടത്തിയും പോകും. പറയാ എന്ത് വിശദമായിട്ട് പറയാ. സത്യം പറഞ്ഞ മാത്രമേ പറയാൻ പാടുള്ളൂ. ചേച്ചിയോട് വന്ന് പറഞ്ഞപ്പോ ഇത് ശരിക്കും നടക്കും എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നോ?
അങ്ങനെ ഫസ്റ്റ് ഒന്നും ആൾക്ക് ഫസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവൾക്ക് അറിയില്ല, ഒന്നാമത് ഇവിടെ ദൂരത്തേക്കാണ്. അപ്പൊ അതന്നെ ഞാൻ ഞാൻ ദൂരത്തേക്കല്ല, ഇഞ്ഞോള് ഇന്നേക്കാളും ദൂരത്തേക്ക് പോട്ടെ എന്നുള്ള വിചാരിച്ചിട്ടുണ്ടാവും. കൊല്ലം വന്നപ്പോ ഇവിടെ അടുത്തല്ലേ 2 വർഷമല്ലേ കൊല്ലം ഞാൻ ലോങ്ങിന് പോയി 2 വർഷമല്ലേ ഉള്ളൂ കൊല്ലം അപ്പൊ ഇവിടെ അടുത്തേരും വിചാരിച്ചു. ഇല്ല അങ്ങനെയൊന്നും അല്ല നൗഫലിക്ക. കേക്ക് ചേച്ചി പറയുന്നുണ്ട്, ചേച്ചി പോയതോ ലോങ് ആണ്. അപ്പൊ അവിടെ ഉള്ള ആൾക്കാർ നല്ല ആൾക്കാർ. ഞാൻ വിളിച്ച് സംസാരിക്കുമ്പോ എനിക്ക് ക്യാരക്ടറൊക്കെ കുറച്ച് ഒരു ലോങ് ആണെങ്കിലും കുറച്ച് നല്ല സ്വഭാവത്തിലേക്ക് സംസാരിക്കും. ഇപ്പോഴും വിളിക്കാറുണ്ട്, നല്ല നല്ല സംസാരിക്കും. കുട്ടികൾക്ക് മുട്ടായി കൊണ്ടു കൊടുക്കും. അപ്പൊ നല്ല എന്താണ് കൊല്ലന്ന് ഷോർട്ടാണെന്നോ എന്താ പറയണ്ട? കൊല്ലം എന്ന് പറഞ്ഞാൽ 2 വർഷമേ ഉള്ളൂ. അപ്പൊ ഇവിടെ അടുത്താണ് വിചാരിച്ചിട്ടുണ്ടാവുള്ളൂ. ഇത് എല്ലാം പറഞ്ഞ കുറച്ചും കൂടി ജില്ല പോയില്ലേ. ശരിക്കും തഗ്ഗാട്ടോ, പറയാതിരിക്കാൻ വയ്യ. സമയം പോകുന്ന അറിയില്ല ഇവിടെ നിന്ന് കഴിഞ്ഞാ. അവിടെ മീഡിയേറ്റർ ആയിട്ട് ഇന്ന ചേച്ചിയാണല്ലോ, ഉമ്മയിലേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മയോട്. ഫസ്റ്റ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവൾക്ക് വല്ലാണ്ടൊരു എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കൂട്ട് ആരോടാ ഇതൊക്കെ ഞാൻ ലാസ്റ്റ് ഞാനാണല്ലോ ഇതൊക്കെ അറിയുന്നതെന്നാണ് നൗഫലിക്ക പറയുന്നത്. അല്ല ചക്കര പറയണ്ടായിരുന്നു ഉമ്മാനോട് എന്നോട് പറയാൻ പറഞ്ഞു. ഞാൻ എങ്ങനെ പോയി പറയാ പറഞ്ഞു, ജന്നെ പോയി പറയാ ഉമ്മാന്റെ അടുത്ത്. അങ്ങനെയൊക്കെ നിജാസ് പറയും ഉമ്മാനോട് ഒന്ന് പറയാ സുഫിത്താന്നൊക്കെ പറയേണ്ട അടുത്ത്. പക്ഷെ എനിക്ക് ഇവിടെ പറയാൻ കുറച്ച് പേടി ഉണ്ടായിരുന്നു. പക്ഷെ സപ്പോർട്ടായിരുന്നു ഉമ്മ രണ്ടും കളിപ്പിച്ചെങ്കിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ല അവളിനോട് പറയുമ്പോ അങ്ങനെ ഉണ്ട്. അപ്പൊ എന്ത് വെച്ചു ഒരാള് പറഞ്ഞു. അപ്പൊ ആരാ വെച്ചു ഇങ്ങനെ കൊല്ലത്ത് അവിടെ വെച്ചോ പറഞ്ഞു. കൊല്ലത്താന്ന് പറഞ്ഞപ്പോ ഉമ്മ പറഞ്ഞു മുന്നു മോളെ നടക്കില്ല ഇപ്പൊ ഹാപ്പി അല്ലേ ഉമ്മ? ഇപ്പൊ ഞമ്മക്ക് പോകണ്ടായിരുന്നല്ലോ, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും മാത്രമേ ഉള്ളൂ. നല്ലൊരു മരുമകനെ കിട്ടി അല്ലേ, നല്ല മനുഷ്യരെ കിട്ടി, നല്ല ആൾക്കാരെ കിട്ടി, നല്ല ഫാമിലി കിട്ടി. ഇനി എന്ത് വേണം? അപ്പൊ എനിക്ക് ഇനി നൗഫലിക്കയോട് പറയാനുള്ളത്, ഇനി നിങ്ങൾ വ്ലോഗ് എടുക്കുമ്പോ 2 പേരെ സെപ്പറേറ്റ് ആക്കരുത്. നിങ്ങൾ രണ്ട് സൈഡിൽ നിന്ന് വീഡിയോ എടുത്തിട്ട് അത് അതെ അങ്ങനെ ആക്കുമ്പോ അല്ലേ ഡൗട്ടും കൺഫ്യൂഷനും ഒക്കെ വരണത്. ഒന്നിച്ചെന്ന് വീഡിയോ ഒക്കെ എടുക്കാം. കാണുന്നില്ലല്ലോ, അപ്പൊ അതല്ലേ പറയുന്നത്. 2 പേരും തമ്മിൽ എന്നാ വഴക്കാണോ എന്നൊക്കെ ചോദിക്കുന്നേ. അത് പറയുന്നവരൊക്കെ തൊള്ളക്ക് ചോർക്കുള്ളൊക്കെ പറയാം. അതെ, മറുപടി ഉമ്മ തന്നെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് എല്ലാരും അത് ഡിസൈഡ് ചെയ്തൊക്കെ കൊടുക്കണ്ടല്ലോ തൊള്ളത്തെ നാവിന്. അതുകൊണ്ട് പലരും പലത് പറയട്ടെ, നമ്മൾ മൈൻഡ് ചെയ്ത്. നമുക്ക് ഞങ്ങള് കുടിയിലത്തെ ഒരു ഇതാണ്, ഒരു ഫാമിലിയാണ്. ഫാമിലിയാണ്. അപ്പൊ നമ്മളെ തളർത്താൻ പറ്റില്ലെന്നാണ് പറയുന്നത്. ഞങ്ങൾ ആര് തളരൂല്ല. അപ്പൊ ഇനി ഇതിന്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞു വരുന്നുണ്ടല്ലോ, അതിനൊക്കെ റെഡി ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഞങ്ങള് നല്ല റെഡി ആയിട്ടാണ്. ഇനിയിപ്പോ നാളെ അവള് ഫോണുണ്ട് ഉണ്ട്. അപ്പൊ മകനാണോ മകളാണോ വരാൻ എന്താണ് ആഗ്രഹം? കാരണം 3 പെൺമക്കളും അല്ല 2 പെൺമക്കളും ഒരാണും ആണല്ലോ. അപ്പൊ മോള് വേണോ മോൻ എന്താണ്? എനിക്ക് അങ്ങനെ ഒന്നും ആഗ്രഹമില്ല. എനിക്ക് എന്തായാലും ഞാൻ കൈയാട്ടി വാങ്ങും. ആണ് ഇങ്ങനെയല്ല ഇങ്ങനെ വാങ്ങും. നൗഫലിക്ക ബാപ്പ എന്നുള്ള രീതിയിൽ എന്താ പറയാനുള്ളത്? ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തോ ഉണ്ട് ഇതില് ചിരിക്കുന്നുണ്ട്. പെണ്ണുങ്ങളോട് ഭയങ്കര താല്പര്യം. ഈ ഒരു കാര്യം സംഭവം അത് പെണ്ണുങ്ങളോട് സത്യം പറയുന്ന പോലെ തോന്നുന്നുണ്ടോ. കാരണം ഇതേ കാര്യം ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് അങ്ങനെയൊന്നുമില്ല കേട്ടോ. പക്ഷെ പറയാതെ എനിക്ക് കുഞ്ഞിക്കാലിലാണെന്ന് പറഞ്ഞപ്പോ നേരെ അംഗൻവാടി കൊണ്ടുപോയിട്ട് കൊറേ കാലം. അപ്പൊ ഒരു ജോളി ഫാമിലിയാണ് കേട്ടോ ഇവരുടെ പറയണം. പറയാതിരിക്കാൻ പറ്റുന്നില്ല. നമ്മളൊരു ഇത്രയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. ഉമ്മ തഗ്ഗാന്നൊക്കെ പറഞ്ഞപ്പോ പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ. പക്ഷെ എന്താ ഉമ്മ തഗ്ഗ കേട്ടോ, പാവാണ് കേട്ടോ, ഭയങ്കര പാവാണ്. പക്ഷെ അങ്ങനെയാണെന്ന് പറയുന്നില്ല കേട്ടോ. പെൺകുട്ടികളാണ് ഇഷ്ടം എന്നാണ് പറഞ്ഞത്. അത് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനല്ലെങ്കിൽ ചെറിയ മക്കള് അതായത് 1 വയസ്സാവും വരെ കുട്ടീനെ എടുക്കാൻ പേടിയുണ്ട്. ഇല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് എല്ലാം കൂടി വന്നിട്ട് പറയും എന്തിനാ ഇങ്ങനെയൊക്കെ ഞങ്ങൾ നൗഫലിക്കനെ പറഞ്ഞൊക്കെ കുറെ പേര് ചോദിക്കും. അപ്പൊ അതിന് വേണ്ടിട്ട് ക്ലാരിഫൈ ചെയ്യാണ് ഞാൻ. ഓക്കെ, അപ്പൊ നമ്മള് വിശേഷങ്ങളൊക്കെ കണ്ടു, ഹാപ്പി ആയിട്ട് പോവാണ്. അപ്പൊ ഇങ്ങനെ തന്നെ പോട്ടെ. എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ അങ്ങനെ പോട്ടെ, ഇങ്ങനെ പോട്ടെ, നിൽക്കട്ടെ.
പുതിയ വീടൊക്കെ വെക്കുന്നുണ്ട്. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? അതിനിപ്പോ വാതിൽ വെക്കണം ആദ്യം. രണ്ടു പുറം വാതിൽ വെക്കണം, ജനലുകൾ വെക്കണം. എന്താ എന്ന് നൗഫലിക്ക അമ്മ പറയട്ടെ, ആ ഒരു ഇതില് പറയാണ്. കാരണം മകൻ ഇത്രയും കഷ്ടപ്പെട്ടല്ലേ യൂട്യൂബിൽ നിന്നൊക്കെ ഇത്രയും പ്രോത്സാഹനം കൊണ്ട് ഇവിടെ വരെ എത്തി. അപ്പൊ അങ്ങനെ വന്നപ്പോ അമ്മയ്ക്ക് അതൊരു വലിയ സന്തോഷാണ്. അപ്പൊ പറയട്ടെ, പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോ എല്ലാരും അറിയുന്നുണ്ടോ? പിന്നെ ഉണ്ടാവും, മുണ്ടിട്ട് നടക്കലേ പോകും. മുണ്ടും മാസ്ക് ഇടും. കണ്ടുകണ്ട അറിയില്ലല്ലോ, മൂറുണ്ടല്ലേ അറിയുള്ളൂ. ഉമ്മ എന്താ വെച്ചാൽ ഇവിടുന്ന് ഉമ്മയുടെ വീട്ടിലേക്ക് പോവാന് പൈസ കൊടുക്കണം ശരിക്കും ഓട്ടോറിക്ഷയ്ക്ക്. ആ 20 രൂപ കൊടുക്കാൻ മടിച്ചിട്ട് നടക്കും. അധ്വാനിയാണ്. എന്റെ മക്കളെ പെരുത്തണ്ടേ? അതെ മക്കളെ നിങ്ങൾ ഇത്രയും നിലയിൽ നോക്കി എത്തിച്ചില്ലേ ഉമ്മ. 10 റുപ്യക്ക് സ്കൂൾ ബസ്സിന് പോകാൻ കൊടുക്കും. ആണ്. അച്ഛന് സുഖമില്ലാണ്ട് കിടക്കാന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് മാത്രമാണ് ആകെയുള്ള ഒരു വിഷമം എന്ന് പറയുന്നത്. അപ്പൊ പുള്ളിയുടെ ഹെൽത്ത് ഇപ്പൊ ശരിക്കും എങ്ങനെയാണ്? ഓക്കെ വരുന്നുണ്ടോ? ആണ്. ഓക്കെ. അപ്പൊ നമ്മുടെ നൗഫലിക്കയുടെ വീടും അതുപോലെ തന്നെ ഫാമിലി എല്ലാരും മീഡിയേറ്റർ ആയിട്ടുള്ള ചേച്ചിയെ പരിചയപ്പെട്ടത് പറയാതിരിക്കാൻ വയ്യാട്ട്. കാരണം ഒരുപാട് പേര് ഇത് എവിടെ നിന്നാണ് തുടങ്ങിയെന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഒരുപാട് പേര് കമന്റ്സ് ഉണ്ടാവും, സോഫിയും ചക്കര ഒരു ബോണ്ട് കുറവുണ്ട്. ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. കുറവായിട്ടല്ല, ഞാൻ എന്തായാലും പറയാം, ഞാൻ കുറച്ച് ലോങ് ആണ്. ലോങ് എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു വ്യത്യാസം ഉണ്ടാവും. നമ്മൾ എടുത്തൊക്കെ ആണെങ്കിൽ നമുക്ക് വന്ന് നല്ല ഇതോ. പക്ഷെ ഞാനും ചക്കരിയും എന്താണെങ്കിലും ഒരു മിനിറ്റ് ഒരു ദിവസം ഒരു 10 വരെയും ഞങ്ങൾ ഫോൺ ചെയ്ത് സംസാരിക്കാതിരിക്കില്ല. ചെറിയൊരു വിഷയമാണെങ്കിൽ അതെന്താ അങ്ങനെ, അതെന്താ ഇങ്ങനെ, ഞങ്ങൾ എന്തായാലും ഫോൺ ചെയ്ത് സംസാരിക്കും. ഒരു നിജാസ് ഒരു തമ്മിൽ വഴക്കുണ്ടായാൽ കൂടെ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടാവുമ്പോ എനിക്ക് ഫോൺ ചെയ്യും അവിടുന്ന്. ചക്കര എന്താ അങ്ങനെ പറയുന്നത്, ചക്കര ഇതുവരെ ഇടയിൽ കിടന്നിട്ട് ഞാൻ കുറെ നെട്ടോട്ടോടും. ഇതെന്തെങ്ങനെ പ്രശ്നം ഉണ്ടാക്കണേ, ഒന്ന് പറയാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇവരുടെ ഫാമിലിയിൽ ഫുള്ളും എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ഒന്നും അറിയാത്തത് നൗഫലിക്ക മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പൊ. മറ്റേ കഴുതന മുഖത്ത് കുറച്ച് സാധനം വെച്ചോന്നു പറഞ്ഞിട്ട് ഇവരെല്ലാം തീരുമാനിച്ചിട്ട് കല്യാണം നടത്തിക്കോളും പറഞ്ഞേ. അല്ല അതിപ്പോ ഒരു നല്ലൊരു അളിയനെ കിട്ടിയില്ലേ നൗഫലിക്ക? ഓക്കെ ആണ്. ഒരു ബ്രദറിനെ പോലെ. അല്ല ഞങ്ങള് എന്തായാലും പോലും ഇങ്ങനെ പറയുമ്പോ അവരിവിടെ വന്ന് നോക്കിയതല്ലേ, അപ്പൊ നമ്മൾ എന്തായാലും ഒന്ന് പോണല്ലോ. ഞാൻ അവിടേക്ക് എത്തോളം ഞാൻ കൊടുക്കൂല എന്ന് ഞാൻ വിചാരിച്ചു. അവിടെ പോയപ്പോ ഓലൊക്കെ കണ്ടപ്പോ മനസ്സ് മാറി. ഇങ്ങോട്ട് വരുന്ന ഉമ്മ അങ്ങോട്ട് പോണ വരെ ഉറപ്പിച്ചിട്ടില്ല. അവിടെ പോയി ആൾക്കാരെ കണ്ടപ്പോഴാണ് ഉറപ്പിച്ചത്. നല്ലൊരു ഫാമിലി ആയിട്ട് തോന്നിയിട്ടുണ്ട് അല്ലേ? കാരണം അവിടുത്തെ അച്ഛനും അമ്മയും ഭയങ്കര ഹാപ്പിയാണ്. ചക്കരയില് ഭയങ്കര ഹാപ്പിയാണ്. നിജാസിക്കയുടെ ബ്രദർ ആണെങ്കിൽ തന്നെ എങ്ങനെയാണ് പറഞ്ഞ നല്ല നിജാസിനെ ഞാൻ നല്ല ചീത്ത പറഞ്ഞിട്ടുണ്ട്. അല്ല അതറിയാലോ, കേൾക്കാൻ പറ്റാത്ത പക്ഷെ എനിക്കൊരു കുഴപ്പമില്ല ഇപ്പോഴും. അതൊന്നും കൊണ്ട് കാണാൻ വന്നപ്പോ ഞാൻ അവന്റെ മുഖത്ത് നോക്കിയിട്ടില്ല. അങ്ങനെ വെള്ളം വെച്ചു കൊടുത്ത് പോവുക അതൊക്കെ ഇപ്പൊ അവൻ പറയുന്നുണ്ട് എന്നോട്. പിന്നെ ഞാൻ അവിടെ പോയിട്ട് അവൻ ചോറ് വിളമ്പുമ്പോഴും അവന്റെ മുഖത്ത് നോക്കിയിട്ടില്ല. അതായത് ഉമ്മക്ക് ഇഷ്ടമല്ല ദൂരം കാരണം. പിന്നെ ഇഷ്ടമായി ഇപ്പൊ കൂടുതൽ ഇതുവരെ വിളിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് നമ്പർ ആദ്യം അറിയില്ല. അപ്പൊ അവര് വിളിക്കുമ്പോ ചക്കരനെ വിളിക്കുമ്പോ ചക്കരയുടെ പോവും വർത്താനം പറയും. ഇപ്പൊ ചക്കരയുടെ യൂട്യൂബ് ചാനലിലൂടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ മക്കളുടെ വിശേഷങ്ങളൊക്കെ. അപ്പൊ എന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നു, എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുന്നുണ്ട്. ഒരു കാര്യം വാപ്പാക്കൊന്നും അറിയില്ല. ഇന്നത്തെ വരെ അറിയില്ല. യൂട്യൂബിനെ കുറിച്ച് അറിയില്ല. പിന്നെ ചക്കര പറയാറുണ്ട്, അച്ഛൻ ഞാൻ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴും മനസ്സിലായിട്ടുണ്ടായില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താ പറയാ, എല്ലാം ഓക്കെ വരും അല്ലേ? ഇനിയും ഒരുപാട് വീട് പണിയാണെങ്കിലും ഡെലിവറി ആണെങ്കിലും ഇനി അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി സേലത്തിൽ നിന്ന് വരിക ചേച്ചിയാണ് എല്ലാ കാര്യങ്ങളും നോക്കി നടന്നു. ചേച്ചിയുടെ സ്ഥാനത്താണെങ്കിലും സിം ചേച്ചി ഒരു അല്ല പെങ്ങളെ പോലെ കണ്ട് അങ്ങനെ നടന്നു അല്ലേ, എല്ലാ കാര്യത്തിലും നടന്നു. ഇപ്പൊ ഔട്ടാണ് ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കൂടെ വേണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇനിയിപ്പോ നേരത്തെ ഒക്കെ വീട്ടിൽ കയറിക്കോ, കറക്റ്റ് സമയത്ത് കയറണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഇനിയിപ്പോ എന്തായാലും വീട്ടിൽ കയറാതിരിക്കാൻ പറ്റില്ല, ആൾക്ക് പെട്ടുപോയിന്ന് വേണം പറയാനല്ലേ. അതുകൊണ്ടാണോ ഇനി ചക്കരയുടെ അടുത്ത് കെട്ടിക്കണമെന്നൊക്കെ പറഞ്ഞത്? കുട്ടിയെ നോക്കാനുള്ള നേരമായിരുന്നു. ഇതൊക്കെ ചക്കര കാണുമ്പോ എന്താവും അറിയില്ല. അതിൽ ഇവരുടെ വ്ലോഗൊക്കെ കാണുന്നവരാണല്ലോ, ഇവരുടെ ആ ഒരു കുഞ്ഞ് എന്താ പറയാ, ഇതിന്റെ സ്റ്റുഡിയോ നമുക്കൊന്ന് കാണാം. നിങ്ങൾ ഇതിനകത്തിരുന്നൊക്കെ വ്ലോഗ് ചെയ്യാറുണ്ടോ? ആണ്. ഇതാണ് അപ്പൊ അവരുടെ കുഞ്ഞു ലോകം എന്ന് പറയണ ഇതാണ് കേട്ടോ, വെച്ചിട്ടുണ്ട്. ആണ് ശരിക്കും ഒരു നല്ലൊരു റൂമാട്ടോ ഇതെന്ന് പറയുന്നത്. ചെറിയൊരു റൂമാ. ഇതിൽ AC കുറച്ചേരം ഇട്ടാ മതി, പിന്നെ ഫാൻ ഇടും. അതായത് 10x10 ഇല്ല റൂം.
അതായത് ഇനിയിപ്പോ ഇതൊരു കുട്ടിയും പാടെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും പാടെ കിടക്കാനുള്ള സ്ഥലം 3 പേർക്ക് അത്യാവശ്യം ഒക്കെ ആയിട്ടുള്ള റൂമല്ലേ ഇത്. കിടക്കാൻ കുറെ സ്ഥലമാണ്. ഓ അതാണ്. അപ്പൊ ആൾക്ക് കിടക്കാൻ ഒരുപാട് സ്ഥലം വേണം എന്നുള്ളതുകൊണ്ടുള്ള പ്രശ്നം. നൗഫലിന്റെ മേലെ കയറി കിടന്നാൽ മതി. അതെ, ഇതിന് മുകളിൽ കയറി കിടക്കാൻ ഉമ്മ അവിടെ നിന്ന് കമന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് കമന്റ് ചെയ്യണം ഉമ്മ. സിനും കുട്ടി ഇതിലും കണ്ടു കഴിഞ്ഞാല് നമുക്ക് സീലിംഗ് വാർത്ത വീടാന്ന് തോന്നുക. പക്ഷെ ഇതൊക്കെ ഇത് ഓടിട്ട വീടാ, അതായത് സീൽ ചെയ്തെടുക്കുന്നുണ്ട്. ഓടിട്ട് വിടാൻ നല്ല തണുപ്പുണ്ടായിരിക്കും അല്ലേ? ഉണ്ട്. ഓക്കെ, അപ്പൊ അവര് ഇതാണ് നൗഫലിക്കയുടെ വീടും ബെഡ്റൂമും. അപ്പൊ നമ്മൾ എല്ലാം കണ്ടു കഴിഞ്ഞു അല്ലേ? അകത്തുള്ളവരുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. ഇനി ചക്കരയ്ക്ക് ഒരു പെറ്റ് ഉണ്ട് ഇവിടെ. ഇവരെ കൂടാതെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളുണ്ട്. നമുക്ക് അതിലേക്ക് പോവാട്ടോ. ഇതല്ല ശരിക്കും പെറ്റ്. ആ പെറ്റൊക്കെ നമ്മൾ വിട്ട് പോയി. ചക്കരക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വൈറ്റ് കളർ ഉണ്ടായിരുന്നു ഷോട്ടു. അപ്പൊ അതിന്റെ എന്താണ് ഇത് മാറാനല്ലേ, വിഷമം മാറാൻ വേണ്ടിട്ട് 2 പൂച്ചയെ തന്നായിരുന്നു. ചക്കരക്ക് പൂച്ചനെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ചക്കരക്ക് ഇത് കൊടുത്തയക്കണം കുറച്ച് കഴിഞ്ഞിട്ട്. പൂച്ചയ്ക്ക് പേരുണ്ടോ? പൂച്ചക്ക് ഐഷേ, ഐഷ ഇട്ടിട്ടുണ്ട്. അപ്പം ആള് നന്നായിട്ട് പെറ്റ്സിനെയൊക്കെ നോക്കുന്ന കൂട്ടത്തിലാണല്ലേ? അപ്പൊ ഇനി കൊല്ലത്തിലേക്ക് ഇതും പറഞ്ഞു വിടാണ് നിങ്ങള്. അതെ, അപ്പൊ ഇത് മാത്രമേ ഉള്ളൂ ചക്കരക്ക്. ഇതിനെ കൊടുക്കൂല പറഞ്ഞു, കാരണം ചക്കരനെ നോക്കിയ ഭാഗ്യന്മാര് ഇതിനെ നോക്കണം ആണ്. അപ്പൊ പൂച്ച അപ്പൊ ചക്കര പോലെയാണ് ഉമ്മ നോക്കണത്. പിന്നെ എന്താ വേണ്ടത്? പിന്നെ എന്തിനാ കൊല്ലത്തേക്ക് വിടുന്നത്? ചക്കരക്ക് തിന്നാൻ കൊടുക്കണം, പൂച്ചക്ക് തിന്നാൻ കൊടുക്കണം എന്ന് അറിയുന്നത്. കൊടുക്ക. അപ്പൊ ഇതാണ് ചക്കരയുടെ പെറ്റ് കേട്ടോ. ചക്കര നന്നായിട്ട് ഇതിനെ നോക്കുന്നൊക്കെയാണ് പറയാറുള്ളത്. അപ്പൊ ഇതിനെ ഉടനെ ഇനി കൊല്ലത്തിലേക്ക് പറഞ്ഞു വിടാണ്. എന്ത്? ഇല്ല, അയ്യോ, ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. അത്രയും നമ്മളെ എക്സ്ട്രീം ലെവലിൽ തഗ് കൊണ്ടുപോകുന്ന 2 വ്യക്തികളാണ് ഈ നൗഫലിക്കയും നൗഫലിക്കയുടെ ഉമ്മ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരോടും യാത്ര പറയാണ്. ഇനിയും ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവട്ടെ. ഇനിയും ആൾക്ക് ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കണമെന്നുണ്ടെന്ന് പറഞ്ഞു. ഉണ്ട്, കാരണം ഉണ്ട്. ഉമ്മയ്ക്ക് അത് അറിയില്ല എന്ന് തോന്നുന്നുണ്ട്. വിശദമായിട്ട് ഇവിടെ ചോദിക്കാ പറഞ്ഞിരുന്നു. അപ്പോ ഇനിയും യൂട്യൂബിലൊക്കെ ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്ത് വരട്ടെ. ഉമ്മയുടെ തഗ് ഇനിയും നമുക്ക് കേൾക്കാൻ പറ്റട്ടെ. അപ്പം കുഞ്ഞാവ സുഖമായിട്ട് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഓൾ ദി ബെസ്റ്റ്.